എല്ലാവർക്കും നമസ്കാരം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മാസം പല രാശിക്കാരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളും വഴിത്തിരിവുകളും സംഭവിക്കാൻ പോവുകയാണ്. അതിന് ജ്യോതിഷപരമായി പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും കാരകനായ ബുധൻ 7-ാം തീയതി മുതൽ വക്രഗതിയിൽ തൻ്റെ സ്വന്തം രാശിയിലേക്ക് തിരികെ വന്ന് സഞ്ചരിക്കുന്നതാണ്. ഇതിൻ്റെ ഫലമായി പലർക്കും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. സ്നേഹത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനായ ശുക്രൻ ജൂലൈ 4-ാം തീയതി മുതൽ കേതുവിൻ്റെ കൂടെ ചേർന്നാണ് സഞ്ചരിക്കുന്നത്. ഈ ശുക്രകേതു സംയോഗം മൂലം ചില കൂറുകാർക്ക് പ്രണയബന്ധങ്ങളിലും കുടുംബബന്ധങ്ങളിലും പ്രശ്നങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതേസമയം വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത ധനാഗമനവും തൊഴിൽ രംഗത്ത് വൻ നേട്ടങ്ങളും ഈ മാസം തേടിയെത്തും. നിങ്ങളുടെ രാശിക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ വലിയ നേട്ടങ്ങളാണോ അതോ കുടുംബപരമായും സാമ്പത്തികപരമായും വെല്ലുവിളികളാണോ നൽകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം മേടക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ രാശിയധിപനായ ചൊവ്വ ധനസ്ഥാനത്ത് നിൽക്കുന്നതും വ്യാഴം 4-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നതും മേടം രാശിക്കാർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ലാഭസ്ഥാന രാഹു അപ്രതീക്ഷിത ധനാഗമനത്തിനുള്ള വഴികൾ തുറക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതേസമയം 2-ാം ഭാവ ചൊവ്വ മൂലം പണം സമ്പാദിക്കണമെന്നുള്ള ചിന്ത അധികരിക്കുകയും അതിൻ്റെ ഭാഗമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചൊവ്വ അഷ്ടമാധവൻ കൂടിയായതിനാൽ ഇടയ്ക്കിടെ അപ്രതീക്ഷിത ചെലവുകളും ഉണ്ടാകുന്നതാണ്. ജോലിയിലുള്ളവർക്ക് വ്യാഴത്തിൻ്റെ അനുകൂല സഞ്ചാരം മൂലം മേലധികാരികളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ലഭിക്കും. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പുതിയ വാഹനം വാങ്ങാനോ വീട് പണി തുടങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. 4-ാം തീയതി ശുക്രൻ 5-ാം ഭാവത്തിലേക്ക് മാറി കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ പ്രണയിക്കുന്നവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചൊവ്വ ധനവാക്ക് കുടുംബസ്ഥാനത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബാംഗങ്ങളോടും ജീവിത പങ്കാളിയോടും സംസാരിക്കുമ്പോൾ വാക്തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ജൂലൈ മാസം മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. 7-ാം തീയതി ബുധൻ വക്രഗതിയിൽ 3-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്നത് ഗുണം ചെയ്യും. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പൊതുവെ നല്ല സമയമാണ് എങ്കിലും ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ, കണ്ണുവേദന, പല്ലുവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസം മേടക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. ഇടവക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ ഇടവം രാശിയുടെ യോഗകാരകനായ ശനി വ്യാഴദൃഷ്ടിയോടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയും ആഗ്രഹ സാഫല്യം നൽകുകയും ചെയ്യും. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളും പുതിയ അവസരങ്ങളും നൽകും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത്. എന്നാൽ ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുകയും രാശിയധിപനായ ശുക്രൻ 4-ാം തീയതി മുതൽ കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം. സ്ഥലം, വാഹനം എന്നിവ വാങ്ങാൻ പോകുന്നവരും ജാതക പരിശോധനയ്ക്ക് ശേഷം വാങ്ങുന്നതാണ് നല്ലത്. 7-ാം തീയതി ബുധൻ വക്രഗതിയിൽ ധനസ്ഥാനത്തിലേക്ക് വരുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിലും കരാറുകളിലും ഒപ്പുവെക്കുമ്പോഴും രേഖകൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. കുടുംബകാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ജന്മരാശിയിലെ ചൊവ്വ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വാക്തർക്കങ്ങൾക്കോ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിൽ സംയമനം പാലിക്കണം. രാശിയധിപനായ ശുക്രൻ 4-ാം തീയതി മുതൽ കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിൽ മനസ്സമാധാനമില്ലായ്മയും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവപ്പെട്ടേക്കാം. എങ്കിലും മാസപകുതിക്ക് ശേഷം സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് മാറുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വലിയ ധൈര്യം നൽകുകയും കുടുംബത്തിൽ സമാധാനം തിരികെ കൊണ്ടുവരികയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂലമായ മാസമാണ്. 3-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം മത്സര പരീക്ഷകളിൽ വിജയം നൽകും. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 1-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ അമിതമായി ദേഷ്യം വരാനും ശരീരത്തിൽ ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, തലവേദന എന്നിവ വരാനും സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അമിതവേഗം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ തൊഴിൽ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുമെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ വേണ്ട മാസമാണ് ജൂലൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാശിയധിപനായ ബുധൻ 7-ാം തീയതി വക്രഗതിയിൽ ജന്മരാശിയിലേക്ക് മാറുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുമായി ആലോചിക്കുന്നത് നല്ലതാണ്. അതേസമയം ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. എന്നാൽ 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായി ചില ചിലവുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നത് ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. കഠിനാധ്വാനം ചെയ്താലേ തൊഴിൽ രംഗത്ത് ഈ മാസം അംഗീകാരം ലഭിക്കുകയുള്ളൂ. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്തും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. എന്നാൽ ശുക്രൻ 4-ാം തീയതി മുതൽ 3-ാം ഭാവത്തിൽ കേതുവിനൊപ്പം ചേരുന്നതിനാൽ
സഹോദരങ്ങളുമായോ അയൽക്കാരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. മാസപകുതിക്ക് ശേഷം സൂര്യൻ 2-ാം ഭാവത്തിലേക്ക് മാറുന്നത് കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ സമയമാണിത്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 12-ലെ ചൊവ്വ അനുകൂലമായ അവസരങ്ങൾ നൽകും. രാശാധിപനും വിദ്യാകാരകനുമായ ബുധൻ വക്രഗതിയിലായതിനാൽ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൃത്യമായി റിവൈസ് ചെയ്യുകയും വേണം. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 1-ാം ഭാവത്തിലെ സൂര്യൻ ശരീരത്തിൽ ഉഷ്ണം വർദ്ധിപ്പിക്കും. അതിനാൽ ധാരാളം വെള്ളം കുടിക്കാനും വിശ്രമിക്കാനും സമയം കണ്ടെത്തണം. മൊത്തത്തിൽ നോക്കുമ്പോൾ ജോലിഭാരവും ചെലവുകളും വർദ്ധിക്കുമെങ്കിലും 2-ാം ഭാവത്തിലെ ഉച്ചത്തിലുള്ള വ്യാഴം സാമ്പത്തിക ഭദ്രതയും കുടുംബസൗഖ്യവും നൽകി നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. കർക്കിടക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ ജന്മരാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹവും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവും നൽകും. 11-ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ സാമ്പത്തികപരമായി വളരെ മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വരുമാനം വർദ്ധിക്കാനും കടങ്ങൾ തീർക്കാനും ഈ മാസം സാധിക്കുന്നതാണ്. എന്നാൽ 7-ാം തീയതി മുതൽ ബുധൻ വക്രഗതിയിൽ 12-ാം ഭാവത്തിലേക്ക് മാറുന്നത് അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് കാരണമാകും. അതിനാൽ വരവും ചെലവും കൃത്യമായി പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ജന്മരാശിയിലെ ഉച്ചവ്യാഴം കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്തും. 4-ാം തീയതിയോടെ ശുക്രൻ 2-ാം ഭാവത്തിലേക്ക് മാറി കേതുവിനൊപ്പം ചേരുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ സംസാരം ചിലപ്പോൾ മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുന്നത് വാക്തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. 16-ാം തീയതി മുതൽ സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം പഠനത്തിൽ അനുകൂല ഫലങ്ങൾ നൽകും. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ മാസം കർക്കിടക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. 8-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന സമയമായതിനാൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അമിത വേഗം ഒഴിവാക്കുക. അതുപോലെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ 12-ൽ നിൽക്കുന്നതിനാൽ കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ, അലച്ചിൽ, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെട്ടേക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ 11-ലെ ചൊവ്വയും ജന്മരാശിയിലെ വ്യാഴവും തൊഴിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങൾ നൽകുമെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും യാത്രകളിലും ജാഗ്രത വേണ്ടിവരുന്ന ഒരു മാസമായിരിക്കും ജൂലൈ എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. ചിങ്ങക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ രാശിയധിപനായ സൂര്യൻ 11-ാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങളിൽ വിജയവും ഉന്മേഷവും ഉണ്ടാകും. എന്നാൽ 16-ാം തീയതിയോടെ സൂര്യൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ അനാവശ്യ ചെലവുകൾ, അലച്ചിൽ, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ജോലി, തൊഴിൽ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് നിങ്ങളുടെ നേതൃപാഠവും അംഗീകരിക്കപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ അനുകൂലമായതിനാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും 12-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ വരവിനൊപ്പം തന്നെ മംഗളകർമ്മങ്ങൾക്കോ യാത്രകൾക്കോ വേണ്ടി വലിയ തുക ചിലവാകാനും സാധ്യതയുണ്ട്. 7-ാം തീയതിയോടെ ബുധൻ വക്രഗതിയിൽ 11-ാം ഭാവത്തിലേക്ക് തിരികെ വരുന്നത് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും മുടങ്ങിക്കിടന്ന സാമ്പത്തിക ഇടപാടുകൾ അനുകൂലമാകാനും സഹായിക്കും. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കേതു നിൽക്കുന്ന രാശിയിലേക്ക് 4-ാം തീയതി ശുക്രൻ വരുന്നത് കുടുംബ ബന്ധങ്ങളിൽ ചെറിയ വിരക്തിയോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാക്കും. പങ്കാളിയുടെ സ്ഥാനമായ 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ഈഗോ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ സമയമാണിത്. ബുധൻ 11-ലേക്ക് വക്രഗതിയിൽ വരുന്നത് പഠനകാര്യങ്ങളിൽ സംശയങ്ങൾ മാറ്റാനും ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അഷ്ടമശനി നടക്കുന്ന സമയത്ത് മാസപകുതിക്ക് ശേഷം രാശിയധിപനായ സൂര്യനും 12-ലേക്ക് മാറുന്നതിനാൽ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, നടുവേദന, നേത്രരോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ അതീവ ജാഗ്രതയും ആവശ്യമാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കർമ്മസ്ഥാനത്തെ ചൊവ്വ തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ നൽകുമെങ്കിലും അഷ്ടമശനിയും 12-ലെ വ്യാഴവും കാരണം ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും മിതത്വവും ജാഗ്രതയും പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. കന്നിക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ രാശിയധിപനായ ബുധൻ വക്രഗതിയിൽ കർമ്മസ്ഥാനത്തിലേക്ക് വരുന്നത് ജോലിയിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ശത്രുക്കളെ പരാജയപ്പെടുത്താനും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനും സഹായിക്കുമ്പോൾ 11-ലെ വ്യാഴം സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളും ബാങ്ക് ബാലൻസ് വർദ്ധിക്കാനും കാരണമാകും. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയാണ് ഈ മാസം കാണുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ തൊഴിൽ രംഗത്ത് ഉയർച്ചയും ജോലിയിലുള്ളവർക്ക് പ്രമോഷനും സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും നേടിത്തരും. 16-ാം തീയതിയോടെ സൂര്യൻ ലാഭസ്ഥാനത്തിലേക്ക് മാറുന്നത് ബിസിനസ്സിൽ ഇരട്ടി ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അല്പം ശ്രദ്ധ വേണ്ട സമയമാണിത്. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ജീവിത പങ്കാളിയുമായി വാക്തർക്കങ്ങൾ ഉണ്ടാകാതെ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യണം. ബിസിനസ് പങ്കാളിയുമായും പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണിത്. ശുക്രൻ 4-ാം തീയതി 12-ാം ഭാവത്തിലേക്ക് മാറി കേതുവിനൊപ്പം ചേരുന്നത് കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കാൻ കാരണമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ മാസമാണിത്.
മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് 6-ലെ രാഹുവും 10-ലെ സൂര്യനും വലിയ വിജയങ്ങൾ നൽകും. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 6-ലെ രാഹു ഉന്മേഷവും രോഗപ്രതിരോധ ശേഷിയും നൽകും. എങ്കിലും 7-ലെ ശനിയും 12-ലെ കേതുവും കാരണം ഉറക്കക്കുറവും ശരീരവേദനകളും വരാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ 10-ലെ സൂര്യനും ലാഭസ്ഥാന വ്യാഴവും ചേർന്ന് തൊഴിൽപരമായും സാമ്പത്തികപരമായ കാര്യങ്ങളിലും വൻ വിജയങ്ങൾ നേടിത്തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കൂർ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. ഇനി തുലാം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ ഫലങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.